ഈ വീഡിയോ ഞങ്ങൾ സെപ്റ്റംബറിൽ നടത്തിയ രാജസ്ഥാൻ ട്രിപ്പിൻ്റെ വീഡിയോയാണ്. ഇതിൽ രാജസ്ഥാനിലെ മസ്റ്റ് സീയായ എല്ലാ സ്ഥലങ്ങളും കണ്ടിട്ടുണ്ട്. ഞങ്ങൾ കൊച്ചിയിൽ നിന്ന് ഗോ എയറിൻ്റെ ഫ്ലൈറ്റിൽ ജയ്പൂരിലേക്ക് യാത്ര തിരിച്ചു. 2 അഡൽസിനും 2.5 വയസ്സുള്ള 2 കിഡ്സിനും കൂടി ഏകദേശം 14,000 രൂപ ടിക്കറ്റ് ഫെയറായി. 2 മണിക്കുള്ള ഫ്ലൈറ്റ് ഏകദേശം 5:10 ജയ്പൂർ എയർപോർട്ടിലെത്തി. എയർപോർട്ടിൻ്റെ പുറത്തുള്ള മാർക്കറ്റ് പ്ലേസിൽ നിന്നും നല്ല ടേസ്റ്റിയായ ആലു പൊറോട്ടയും പനീർ ബട്ടർ മസാലയും ലസ്സിയും ഞങ്ങൾ കഴിച്ചു. അവിടെ നിന്നും ഞങ്ങൾ രാത്രി ഓട്ടോയിൽ ഹോട്ടൽ വെക്കേഷൻ ഇന്നിലേക്ക് പോയി. മേക്ക് മൈ ട്രിപ്പിൻ്റെ ഓഫറിൽ പെർ നൈറ്റ് 500 രൂപയ്ക്ക് റൂം കിട്ടി. റൂം മോഡസ്റ്റും ക്ലീനുമായിരുന്നു. അതിരാവിലെ 6 മണിക്ക് ഹോട്ടലിൽ നിന്നും 5 കിലോമീറ്റർ അകലെയുള്ള ആമർഫോർട്ടിൽ ഞങ്ങൾ ഓട്ടോയിലെത്തി. ജയ്പൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും 13 കിലോമീറ്റർ അകലെയും ജയ്പൂർ എയർപോർട്ടിൽ നിന്ന് 21 കിലോമീറ്റർ അകലെയുമാണ് ആമർഫോർട്ട് സ്ഥിതി ചെയ്യുന്നത്. ഞങ്ങൾ അതിരാവിലെ 6 മണിയോടെ എത്തിയതുകൊണ്ട് എൻട്രി ഫീ കൊടുക്കാതെ ആമർഫോർട്ടിൻ്റെ അകത്തെത്താൻ സാധിച്ചു. ആമർഫോർട്ടിൽ എത്തുവാൻ 2 മാർഗങ്ങളാണുള്ളത്. ഒന്ന്, നമുക്ക് സ്റ്റെപ്പ് ഉപയോഗിച്ച് മുകളിലേക്ക് എത്താം. മറ്റൊന്ന് എലിഫൻ്റ് റൈഡാണ്. പെർ പേഴ്സൺ 1000 രൂപ കൊടുത്താൽ ആനപ്പുറത്ത് നമുക്ക് ആമർഫോർട്ടിൻ്റെ മുകളിലെത്താൻ സാധിക്കും. ആമർഫോർട്ടിനെ കുറിച്ച് മാത്രം ഞങ്ങൾ ചെയ്തിട്ടുള്ള യൂട്യൂബ് വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. കൂടാതെ വൈകുന്നേരങ്ങളിൽ ആമർഫോർട്ടിൻ്റെ ഹിസ്റ്ററി മുഴുവൻ പറയുന്ന ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോയും നടക്കുന്നുണ്ട്. യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിൻ്റെ പട്ടികയിൽ ഇടം പിടിച്ചിട്ടുള്ള ഒരു സ്ഥലമാണ് ആമർഫോർട്ട്. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതിന് ശേഷം ഞങ്ങൾ അവിടെ നിന്നും 4 കിലോമീറ്റർ അകലെയുള്ള ജൽമഹലിൽ എത്തി. അവിടെ ട്രഡീഷണൽ ഡ്രസ്സിൽ ഫോട്ടോ എടുക്കാനുള്ള അവസരമുണ്ട്. പെർ ഹെഡ് 100 രൂപയാണ് ഇതിനായി അവർ ചാർജ് ചെയ്യുന്നത്. കൂടുതലൊരു ഫോട്ടോയും നമുക്ക് അവർ തരും. ജൽമഹലിൽ നിന്നും 4.5 കിലോമീറ്റർ അകലെയുള്ള സിറ്റി പാലസിലേക്കാണ് പിന്നീട് ഞങ്ങൾ പോയത്. ജയ്പൂർ മഹാരാജാവിൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് സീറ്റായിരുന്നു സിറ്റി പാലസ്. ആംസ് ആൻഡ് ആർമർ ഗാലറി, ഹാൾ ഓഫ് ഓഡിയൻസ്, പീക്കോക്ക് ഗേറ്റ്, ക്ലോക്ക് ടവർ, അങ്ങനെ നിരവധി കാഴ്ചകൾ അവിടെ കാണാനുണ്ട്. ഇതാണ് പീക്കോക്ക് ഗേറ്റ്. വീരേന്ദ്രപോൾ, ട്രിപ്പോളിയ, ഉദയ്പൂർ, ഇങ്ങനെ 3 ഗേറ്റുകളാണ് സിറ്റി പാലസിനുള്ളത്. ഇതിൽ വീരേന്ദ്രപോൾ എന്ന് പറയുന്നത് ജന്തർ മന്ദറിന്റെ അടുത്തുള്ള ഗേറ്റാണ്. അവിടെ നിന്നും നടക്കുവാനുള്ള ദൂരമേ ജന്തർ മന്ദറിലേക്കുള്ളൂ. ഞങ്ങൾക്ക് പിന്നിൽ കാണുന്നത് 4000 ലിറ്റർ കപ്പാസിറ്റിയുള്ള സിൽവർ പോട്ടാണ്. സിറ്റി പാലസിന്റെ വിവിധ ഭാഗങ്ങളിൽ ട്രഡീഷണൽ ഗായകർ പാട്ടുപാടുന്നുണ്ട്. ഇതിനോടൊപ്പം പാവകളിയും അവർ നടത്തുന്നുണ്ട്. പാവകളിക്കുള്ള പാവകളെ വേണമെങ്കിൽ നമുക്ക് മേടിക്കാനും പറ്റും. ട്രഡീഷണൽ കുതിരവണ്ടിയിൽ കുതിര സഫാരി നടത്താനുള്ള ഒരു ഓപ്ഷനും സിറ്റി പാലസിലുണ്ട്. അവിടെ നിന്നും വീരേന്ദ്രപോൾ ഗേറ്റ് വഴി നടന്ന് ഞങ്ങൾ ജന്തർ മന്ദിറിലെത്തി. വേൾഡ് ഹെറിറ്റേജ് സൈറ്റിന്റെ പട്ടികയിൽ ഇടം പിടിച്ചൊരു സ്ഥലമാണ് ജന്തർ മന്ദിർ. അതിനുശേഷം ഞങ്ങൾ ഹവാമഹലിലേക്കാണ് പോയത്. ഹവാമഹലിൻ്റെ ബാക്ക് ഗേറ്റിൽ കൂടിയാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്.
ഹവാമഹലിൻ്റെ എൻട്രി ഫീ പെർ ഹെഡിന് 50 രൂപയാണ്. ഹവാമഹലിന് പാലസ് ഓഫ് വിൻസ് എന്നും പറയാറുണ്ട്. എപ്പോഴും നല്ല കാറ്റ് കിട്ടത്തക്ക രീതിയിലാണ് അതിൻ്റെ കൺസ്ട്രക്ഷൻ നടത്തിയിരിക്കുന്നത്. ഇനി ജയ്പൂർ സ്ട്രീറ്റിലെ വിചിത്രമായ ചില കാഴ്ചകൾ. 100 വർഷം പഴക്കമുള്ള ക്യാമറയുമായി ഫോട്ടോഗ്രാഫി. ഇനി ജയ്പൂരിലെ സ്ട്രീറ്റ് ഫുഡ്. ജയ്പൂരിലെ പ്രശസ്തമായ പണ്ഡിറ്റ് കുൽഫി ഷോപ്പിൽ നിന്നും ട്രഡീഷണൽ ടേസ്റ്റിൽ കുൽഫി ആസ്വദിച്ചു. വിവിധ ഫ്ലേവറുകളിൽ ഇത് ലഭ്യമാണ്. കുൽഫി മേക്കിങ്ങിൻ്റെ വിഷ്വൽസ് ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിനുശേഷം തനതായ രാജസ്ഥാനി ശൈലിയിൽ മൺഗ്ലാസ്സിലുള്ള ലസ്സിയും കഴിച്ചു. ഈ മൺഗ്ലാസ് ഇവർ ഒരു തവണയേ ഉപയോഗിക്കുകയുള്ളൂ. 5 രൂപയ്ക്കാണ് ഇവർ ഗ്ലാസ് വാങ്ങുന്നതെന്നാണ് പറഞ്ഞത്. ഒരു തവണത്തെ ഉപയോഗത്തിന് ശേഷം ചവറ്റുകൊട്ടയിലേക്കാണ് ഈ മൺഗ്ലാസ് ഇടുന്നത്. പിന്നീട് തനതായ രാജസ്ഥാനി ശൈലിയിലുള്ള കച്ചോരിയും മുളക് ബജിയും ആസ്വദിച്ചു. ഇനി ആൽബർട്ട് ഹാൾ മ്യൂസിയം കാണാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. ആൽബർട്ട് ഹാൾ മ്യൂസിയത്തിന് പറയുന്ന മറ്റൊരു പേരാണ് ഗവൺമെൻറ് സെൻട്രൽ മ്യൂസിയം. വൈകുന്നേരമുള്ള ഇലൂമിനേഷൻ കണ്ട് ആസ്വദിച്ച ശേഷം ഞങ്ങൾ തിരികെ പോന്നു. ഒരു രാജകൊട്ടാരത്തിൻ്റെ പ്രൗഢി തന്നെയുണ്ട് ആൽബർട്ട് ഹാൾ മ്യൂസിയത്തിന്. പിറ്റേന്ന് അതിരാവിലെയുള്ള ട്രെയിനിന് അജ്മീറിലേക്ക് യാത്ര തിരിക്കേണ്ടതിനാൽ ജയ്പൂരിലെ കാഴ്ചകൾ ഇതോടുകൂടി ഞങ്ങൾ അവസാനിപ്പിച്ചു. രാവിലെയുള്ള ട്രെയിനിന് അജ്മീറിലേക്കാണ് യാത്ര. ഏകദേശം 6 മണിക്കുള്ള ട്രെയിനിന് കയറി കഴിഞ്ഞാൽ 8:30 കൂടിയിട്ട് അജ്മീറിലെത്താൻ സാധിക്കും. അജ്മീർ ദർഗാ സന്ദർശനമാണ് മെയിൻ ലക്ഷ്യം. അജ്മീർ ദർഗാ സന്ദർശനത്തിന് ശേഷം ജോധ്പൂരിലേക്ക് യാത്ര തിരിക്കുവാനാണ് ഞങ്ങളുടെ തീരുമാനം. അജ്മീറിൽ നിന്നും ജോധ്പൂരിലേക്ക് ബസ്സിൽ 4 മണിക്കൂർ യാത്രയുണ്ട്. അജ്മീറിൽ നിന്നും 11 മണിക്ക് ആരംഭിച്ച യാത്ര 4 മണിയോടെ ജോധ്പൂർ ബസ് സ്റ്റാൻഡിലെത്തി. മേക്ക് മൈ ട്രിപ്പ് വഴി ഞങ്ങൾ ബുക്ക് ചെയ്ത ഓം ഹെറിറ്റേജ് എന്ന ഹോട്ടലിലാണ് ഇത്തവണ ഞങ്ങളുടെ താമസം. 1400 രൂപയാണ് പെർ നൈറ്റ് ചാർജ് ചെയ്യുന്നത്. ഹോട്ടലിൻ്റെ റൂഫ് ടോപ്പിൽ നിന്നും മെഹ്റംഗൻ ഫോർട്ടിൻ്റെ മനോഹരമായ കാഴ്ച കാണുവാൻ സാധിക്കും. രാത്രിയുടെ മനോഹാരിതയിൽ നിറച്ചാർത്തുകൾ അണിഞ്ഞ മെഹ്റംഗൻ ഫോർട്ടിൻ്റെ ദൃശ്യം ആവോളം ഞങ്ങൾ ആസ്വദിച്ചു. മെഹ്റംഗൻ ഫോർട്ട് കാണുവാൻ രാവിലെ എത്തിയെങ്കിലും ഫോർട്ട് തുറന്നപ്പോൾ ഏകദേശം രാവിലെ 10 മണിയായി. 60 രൂപയാണ് മെഹ്റംഗൻ ഫോർട്ടിൻ്റെ എൻട്രി ഫീ. ഇവിടെയും ധാരാളം ലോക്കൽ സിംഗേഴ്സ് പാട്ടുപാടുന്നത് കാണാം. ജോധ്പൂരിനെ ബ്ലൂ സിറ്റി എന്നും വിളിക്കാറുണ്ട്. ഫോർട്ടിൻ്റെ മുകളിൽ നിന്നും നോക്കിയാൽ ജോധ്പൂർ സിറ്റി മുഴുവനായും കാണാൻ സാധിക്കും. മെഹ്റംഗൻ ഫോർട്ടിൽ നിന്നും നോക്കിയാൽ ജസ്വന്ത് താടയും ഉമേദ് ഭവനും നമുക്ക് കാണാൻ സാധിക്കും. മെഹ്റംഗൻ ഫോർട്ടിൽ നിന്നും 30 രൂപ ഓട്ടോയ്ക്ക് കൊടുത്താണ് ഞങ്ങൾ ജസ്വന്ത് താടയിലെത്തിയത്. ഉമേദ് ഭവൻ പാലസ് ജോധ്പൂർ രാജാക്കന്മാരുടെ ഒഫീഷ്യൽ റെസിഡൻസ് കൂടിയാണ്.
വിൻറ്റേജ് കാറുകളുടെ ഒരു ഹ്യൂജ് കളക്ഷൻ ഉമേദ് ഭവനിൽ നമുക്ക് കാണാൻ പറ്റും. ഉമേദ് ഭവൻ പാലസ് ഇപ്പോൾ 3 നിൽക്കുന്നത്. 1 റോയൽ ഫാമിലിയുടെ റെസിഡൻസ്, 2 താജ് പാലസ് ഹോട്ടൽ, 3 ഉമേദ് ഭവൻ മ്യൂസിയം. ദർബാർ ഹാൾ, ബാങ്ക്വറ്റ് ഹാൾ, കോട്ട് ഓഫ് ആംസ്, അങ്ങനെ പല വിഭാഗങ്ങളായി നമുക്ക് ഉമേദ് ഭവൻ പാലസ് മ്യൂസിയം കാണാം. ആൻറ്റിക് ഓർണമെൻറ്റ്സിൻ്റെയും ക്ലോത്ത്സിൻ്റെയും ഒരു ഹ്യൂജ് കളക്ഷൻ തന്നെയുണ്ട് ഉമേദ് ഭവൻ പാലസ് മ്യൂസിയത്തിൽ. ജോധ്പൂർ എന്ന് അച്ചടിച്ചിട്ടുള്ള ടീഷർട്ടുകളും നമ്മൾക്കിവിടെ മേടിക്കാൻ ലഭ്യമാണ്. ആൻറ്റിക് ക്ലോക്കുകളുടെ ഒരു ഗംഭീര കളക്ഷൻ തന്നെയുണ്ട് ഇവിടെ. ജോധ്പൂർ യാത്ര ഏകദേശം അവസാനിച്ച മട്ടിലാണ്. ഇനി ഞങ്ങളുടെ ലക്ഷ്യം ജയ്സാൽമീർ ആണ്. രാത്രി 11 മണിക്കുള്ള ജോധ്പൂർ ജയ്സാൽമീർ എക്സ്പ്രസിൽ ഞങ്ങൾ ജയ്സാൽമീറിലേക്ക് യാത്ര തിരിച്ചു. ഏകദേശം പുലർച്ചെ 6:30 ജയ്സാൽമീറിൽ എത്തിച്ചേർന്നു. വെളുപ്പിന് 5 മണിയോടുകൂടി ട്രെയിൻ പൊക്രാൻ സ്റ്റേഷനിൽ എത്തിയിരുന്നു. ഇന്ത്യയിലെ ന്യൂക്ലിയർ ടെസ്റ്റ് നടത്തിയ സ്ഥലമാണ് പൊക്രാൻ മരുഭൂമി. അതിന്റെ കാഴ്ചകളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പൊടിക്കാറ്റ് വീശി ട്രെയിൻ നിറയെ പൊടിമണൽ നിറഞ്ഞിരുന്നു. രജപുത് രാജാവായ മഹാറാവൽ ജയ്സൽ സിംഗിന്റെ ഓർമ്മയ്ക്കായിട്ടാണ് ജയ്സാൽമീർ എന്ന സ്ഥലത്തിന് പേര് വന്നത്. ജയ്സാൽമീർ എന്ന വാക്കിനർത്ഥം ഹിൽ ഫോർട്ട് ഓഫ് ജയ്സൽ എന്നാണ്. ജയ്സാൽമീർ ഗോൾഡൻ സിറ്റി ഓഫ് ഇന്ത്യ എന്ന പേരിലും അറിയപ്പെടുന്നു. അതിനു കാരണം യെല്ലോയിഷ് കളർ ലൈംസ്റ്റോൺ ആണ് കൺസ്ട്രക്ഷന് വേണ്ടി ഉപയോഗിക്കുന്നത്. അത് മുഴുവൻ സിറ്റിക്കും ഗോൾഡൻ കളർ നൽകുന്നുണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതിനു ശേഷം ഞങ്ങൾ ജയ്സാൽമീറിലെ കാഴ്ചകൾ കാണുവാൻ വേണ്ടി പോയി. നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ജയ്സാൽമീർ ഫോർട്ടിന്റെ പുറത്തുനിന്നുള്ള കാഴ്ചകളാണ്. ജയ്സാൽമീർ ഫോർട്ട് ലൈഫ് ഫോർട്ട് എന്ന പേരിലും അറിയപ്പെടുന്നു. അതിന് കാരണം ഇപ്പോഴും ഇതിനുള്ളിൽ ആൾതാമസമുണ്ട്. കടകളും ഹോട്ടലുകൾ വരെ ഉള്ളത് കൊണ്ടാണ് ഇതിന് ഇങ്ങനെ ഒരു വിളിപ്പേരുള്ളത്. ജയ്സാൽമീർ ഫോർട്ടിനോട് ചേർന്ന് തന്നെ നിരവധി ഹവേലികളുമുണ്ട്. ജയ്സാൽമീർ രാവിലെ എത്തിക്കഴിഞ്ഞാൽ ജയ്സാൽമീർ ഫോർട്ടും മറ്റ് ഹവേലികളും രാവിലെ കണ്ടതിന് ശേഷം വൈകുന്നേരത്തോടു കൂടി ഡെസേർട്ട് സഫാരിക്ക് പോകുന്നതാണ് ഉചിതം. ജയ്സാൽമീറിൽ വന്നു കഴിഞ്ഞാൽ ജയ്സാൽമീർ ഫോർട്ട്, ഹവേലികൾ, ഗഡീസർ ലേക്ക്, പിന്നെ 40 കിലോമീറ്റർ അകലെയുള്ള സാംസാൻ ഡ്യൂൺസിൽ പോയി ഡെസേർട്ട് സഫാരി, ക്യാമൽ സഫാരി, പാരാഗ്ലൈഡിംഗ്, ഡെസേർട്ട് നൈറ്റ് സ്റ്റേ എന്നിവയൊക്കെയാണ് ജയ്സാൽമീറിലെ മേജർ അട്രാക്ഷൻസ്. ഞങ്ങൾ ആദ്യം പോയത് ഗഡീസർ ലേക്ക് കാണാൻ വേണ്ടിയാണ്. ഗഡീസർ ലേക്കിന് ചുറ്റും ചെറിയ അമ്പലങ്ങളുണ്ട്. ബ്രാസിന്റെ ഓർണമെന്റ്സ് വിൽക്കുന്ന വഴിയോര കച്ചവടക്കാരും ഇവിടെയുണ്ട്. ജയ്സാൽമീർ ഫോർട്ടിനുള്ളിൽ നല്ല തിരക്കാണ്. ധാരാളം വഴിയോര കച്ചവടക്കാർ ഇവിടെയുണ്ട്. കൂടാതെ ഈ ഫോർട്ടിനുള്ളിലേക്ക് നമുക്ക് സ്വന്തം വാഹനങ്ങൾ ഓടിച്ചുകൊണ്ട് പോകാൻ സാധിക്കും. ധാരാളം ബൈക്കുകളും ഓട്ടോറിക്ഷകളും എല്ലാം ഞങ്ങൾ കണ്ടു. മറ്റെല്ലാ സ്ഥലങ്ങളിലെയും പോലെ ഒട്ടനേകം തെരുവ് ഗായകരെയും ഇവിടെ കാണാൻ സാധിക്കും.
ജയ്സാൽമീർ ഫോർട്ടിന്റെ അകത്തുള്ള കാഴ്ചകളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. രണ്ട് സൈഡിലും നിരവധി കടകളും വീടുകളുമെല്ലാം ഉണ്ട്. ജയ്സാൽമീർ ഫോർട്ടിൽ നിന്നും നടക്കുവാനുള്ള ദൂരത്തിലാണ് എല്ലാ ഹവേലികളും ഉള്ളത്. ആദ്യം ഞങ്ങൾ പോയത് പട്വോങ്കി ഹവേലിയിലാണ്. ഓരോ ഹവേലിയുടെയും ഉൾഭാഗം കാണണമെങ്കിൽ പ്രത്യേകം ചാർജുകളുണ്ട്. ഡെസേർട്ട് സഫാരിക്ക് പോകേണ്ടതിനാൽ ഞങ്ങൾ ഹവേലികളുടെയൊന്നും ഉൾഭാഗം കാണുവാൻ വേണ്ടി നിന്നില്ല. അതിനുശേഷം ഞങ്ങൾ പോയത് 40 കിലോമീറ്റർ അകലെയുള്ള സാംസാൻ ഡ്യൂൺസിലേക്കാണ്. അതിനായി ഞങ്ങൾ ഒരു കാറ് വാടകയ്ക്കെടുത്തു. ആദ്യത്തെ കുറച്ച് കിലോമീറ്ററുകൾ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മുഴുവൻ മരുഭൂമി തന്നെയാണ്. രണ്ട് സൈഡിലുമായി ധാരാളം വിൻഡ് മില്ലുകളും കാണാൻ സാധിച്ചു. മരുഭൂമിയുടെ ചൂട് ഞങ്ങൾ അറിഞ്ഞു തുടങ്ങി. റോഡിൽ നിന്നും ആവി പറക്കുന്നത് കാണാമായിരുന്നു. ഡെസേർട്ടിലെത്തുന്നതിന് ഒരു 5-6 കിലോമീറ്റർ മുൻപ് കാറിൽ നിന്നും പിന്നെ ഞങ്ങൾ ജിപ്സി ജീപ്പിലാണ് ഡെസേർട്ടിലേക്ക് പോയത്. ഓപ്പൺ ജീപ്പ് ആയതിനാൽ ഉച്ചനേരമായതുകൊണ്ട് അതിന്റെ റെയിലിങ്ങിൽ പിടിക്കുമ്പോൾ കൈ പൊള്ളുമായിരുന്നു. മൺകൂനുകളിൽ കയറുമ്പോൾ ജീപ്പ് സ്ലൈഡ് ചെയ്തു പോകുമായിരുന്നു. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒന്നാണ് ഡെസേർട്ട് സഫാരി. എങ്ങും മണലാരണ്യങ്ങൾ മാത്രമേ ഇപ്പോൾ കാണാൻ സാധിക്കുന്നുള്ളൂ. അകലെ എവിടെയൊക്കെയോ ഒട്ടകങ്ങളെയും കാണാം. ഇതാണ് ഞങ്ങൾ സഞ്ചരിച്ച ജീപ്പ്. മരുഭൂമിയുടെ നടുക്ക് കുറ്റിച്ചെടികൾ കൊണ്ട് കവർ ചെയ്ത ഒരു ഷെൽട്ടർ ഞങ്ങൾക്ക് കിട്ടി. അവിടെയാണ് ഒട്ടകം എത്തുന്നതുവരെ ഞങ്ങൾ വെയിറ്റ് ചെയ്തത്. ഒട്ടകപ്പുറത്ത് കയറുമ്പോഴും ഇറങ്ങുമ്പോഴും നമ്മൾ വീഴാൻ സാധ്യതയുണ്ട്. നല്ല ഹൈറ്റ് നമുക്ക് ഫീൽ ചെയ്യും. ഒട്ടകത്തിനെ മേച്ചുകൊണ്ടിരുന്നത് 2 ചെറിയ കുട്ടികളായിരുന്നു. പകൽ സ്കൂളിൽ പോകുന്നുണ്ടെന്നാണ് ഞങ്ങൾ ചോദിച്ചപ്പോൾ അവർ ഞങ്ങളോട് പറഞ്ഞത്. ജയ്സാൽമീറിൽ നിന്നും വൈകുന്നേരത്തെ ബസ്സിന് ഉദയ്പൂരിലേക്കാണ് ഞങ്ങളുടെ അടുത്ത യാത്ര. അതിരാവിലെ 6 മണിയോടെ ഉദയ്പൂരിലെത്തിയ ശേഷം ഒരു ഹോസ്റ്റലിലാണ് ഞങ്ങൾ താമസിച്ചത്. ഹോസ്റ്റൽ തന്ന അനുഭവം വ്യത്യസ്തമായിരുന്നു. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതിന് ശേഷം സിറ്റി പാലസ് കാണുവാൻ വേണ്ടിയാണ് ഞങ്ങൾ പോയത്. ലേക്ക് പിച്ചോലയുടെ കരയിലാണ് സിറ്റി പാലസ് സ്ഥിതി ചെയ്യുന്നത്. സിറ്റി പാലസ് മ്യൂസിയം കാണുവാൻ 250 രൂപയാണ് എൻട്രി ഫീ. സിറ്റി പാലസ് കാണുവാൻ 30 രൂപയും. സിറ്റി പാലസിലേക്കുള്ള 30 രൂപയുടെ എൻട്രി ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലേക്ക് സൈഡിലേക്ക് പോകാൻ സാധിക്കും. അവിടെ നിന്ന് ലേക്ക് പിച്ചോലയുടെ സെൻട്രലിലുള്ള ലക്ഷറി ഹോട്ടലായ ലേക്ക് പിച്ചോല ഹോട്ടലിലേക്ക് ബോട്ട് റൈഡ് ലഭിക്കും. 300 രൂപയാണ് ബോട്ട് റൈഡിന് പെർ ഹെഡ് ചാർജ് ചെയ്യുന്നത്. ഈ പാലസിനകത്ത് കാണുവാൻ ലേക്ക് പാലസ്, ജഗ്മന്ദിർ, ജഗദീഷ് ടെമ്പിൾ, മൺസൂൺ പാലസ് എന്നിങ്ങനെ പലതുമുണ്ട്. സിറ്റി പാലസ് മ്യൂസിയത്തിനകത്ത് ധാരാളം കടകളുണ്ട്. അവിടെ തനതായ രാജസ്ഥാൻ രീതിയിലുള്ള പല സുവനീഴ്സും വാങ്ങാൻ സാധിക്കും. ആംബ്രേഗഡ്, സജ്ജൻഗർ ഫോർട്ട് തുടങ്ങിയവയാണ് ഉദയ്പൂരിലെ മസ്റ്റ് സീയായ മറ്റു ചില അട്രാക്ഷൻസ്. സമയമുണ്ടെങ്കിൽ ലേക്ക് പിച്ചോലയിലെ സൂര്യാസ്തമയം കാണാൻ ലേക്ക് പിച്ചോലയിൽ ബോട്ട് റൈഡ് ഉണ്ട്. 700 രൂപ പെർ ഹെഡാണ് ഇതിനായി ചാർജ് ചെയ്യുന്നത്. ലഞ്ചിന് ശേഷം 3:30-ക്കുള്ള ബസ്സിൽ മൗണ്ട് അബുവിലേക്ക് യാത്ര തിരിക്കാനാണ് ഞങ്ങളുടെ തീരുമാനം. ഉദയ്പൂരിൽ നിന്നും മൗണ്ട് അബുവിലേക്ക് ഏകദേശം 6 മണിക്കൂറോളം ട്രാവലിംഗ് ടൈം വരും.
ഇവിടെയും അജ്മീറുമെല്ലാം റോട്ടിൽ കഴുതുകളെ കൊണ്ട് ഇഷ്ടിക ചുമപ്പിക്കുന്നത് കണ്ടു. രാജസ്ഥാനിലെ മറ്റു ഭൂപ്രദേശങ്ങളിൽ നിന്നും വ്യത്യസ്തമായ ഒരു സ്ഥലമാണ് മൗണ്ട് അബു, രാജസ്ഥാനിലെ ഒരേ ഒരു ഹിൽ സ്റ്റേഷൻ. മൗണ്ട് അബു റോഡിലെ ഹെയർപിൻ വളവുകൾ കയറുമ്പോഴുള്ള കാഴ്ചകളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. രാത്രി 8:30 ഞങ്ങൾ മൗണ്ട് അബുവിലെത്തി. രാജസ്ഥാൻ യാത്രയിൽ ഉടനീളം അനുഭവിച്ച ചൂട് മൗണ്ട് അബുവിലെത്തിയപ്പോൾ അലിഞ്ഞില്ലാതെയായി. നമ്മുടെ നാട്ടിലെ മൂന്നാറിലും ഊട്ടിയിലുമൊക്കെ എത്തുമ്പോഴുള്ള ഒരു പ്രതീതിയായിരുന്നു മൗണ്ട് അബുവിലത്തെ കാലാവസ്ഥ. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതിന് ശേഷം മൗണ്ട് അബുവിലെ കാഴ്ചകൾ കാണാൻ തീരുമാനിച്ചു. ഹോട്ടലിൽ കണ്ട വിചിത്രമായ ഒരു കാഴ്ച ബ്ലാക്ക് പ്ലേറ്റിലും ബൗളിലുമാണ് അവർ ഭക്ഷണം വിളമ്പിയിരുന്നത് എന്നതാണ്. നക്കി ലേക്കിന് ചുറ്റുമാണ് മൗണ്ട് അബു ടൗൺ സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് ഞങ്ങൾ ആദ്യം തന്നെ നക്കി ലേക്ക് കാണാൻ വേണ്ടി പോയി. നക്കി ലേക്കിലും ബോട്ടിംഗ് ഉണ്ട്. ആവശ്യമുള്ളവർക്ക് ബോട്ട് റൈഡ് നടത്താം. മൗണ്ട് അബുവിൽ നിന്ന് രാജസ്ഥാൻ റോഡ് ട്രാൻസ്പോർട്ടിന്റെ മൗണ്ട് അബു ടൂർ എന്ന ഒരു റോഡ് ട്രിപ്പ് ഉണ്ട്. 100 രൂപ കൊടുത്ത് ആ ബസ്സിൽ കയറിയാൽ ഒട്ടുമിക്ക എല്ലാ സ്ഥലങ്ങളിലും നമുക്ക് കാണുവാൻ സാധിക്കും. രാജസ്ഥാനിലെ എല്ലാ ഭാഗത്തും കുൽഫയും ഐസ്ക്രീമും വിൽക്കുന്ന കടകളുണ്ടെങ്കിലും അതിൽ വിവിധ വെറൈറ്റികൾ വിൽക്കുന്ന കടകൾ മൗണ്ട് അബുവിൽ മാത്രമേ കണ്ടുള്ളൂ. രാജസ്ഥാൻ റോഡ് ട്രാൻസ്പോർട്ടിന്റെ ബസ്സിൽ ഹെഡ് ക്വാർട്ടേഴ്സ് ഓഫ് ബ്രഹ്മകുമാരീസ് കാണാൻ വേണ്ടിയാണ് പിന്നീട് ഞങ്ങൾ പോയത്. പിന്നീട് അങ്ങോട്ടുള്ള യാത്രയിൽ 2-3 ചെറിയ ടെമ്പിൾസിലും കൂടി പോയെങ്കിലും ഞങ്ങൾ മൗണ്ട് അബു എത്തിയതിൻ്റെ പ്രധാന ലക്ഷ്യം ദിൽവാര ടെമ്പിൾ സന്ദർശിക്കുക എന്നുള്ളതാണ്. പക്ഷേ മാർബിളിൽ തീർത്ത ആ വിസ്മയത്തിൻ്റെ ഫോട്ടോഗ്രഫി അലൗഡ് അല്ലാത്തതിനാൽ ഒരൊറ്റ ഫോട്ടോ പോലും എടുക്കാൻ സാധിച്ചില്ല. ആരവല്ലി പർവ്വതനിരകളിലുള്ള ഒരു ജെയിൻ ടെമ്പിളാണ് ദിൽവാര ടെമ്പിൾ. പൂർണ്ണമായും മാർബിളിലുള്ള ദിൽവാര ടെമ്പിളിലെ കൊത്തുപണികൾ വർണ്ണനാതീതമാണ്. എന്നാൽ അവിടെ ഫോട്ടോഗ്രഫി കർശനമായി നിരോധിച്ചിരിക്കുന്നു. ബ്രഹ്മകുമാരി ടെമ്പിളിൻ്റെ ഉള്ളിൽ അവിടെ വരുന്ന ഓരോ സന്ദർശകർക്കും ഓരോ 10 മിനിറ്റ് വീതം ഒരു മെഡിറ്റേഷൻ ക്ലാസ് നൽകുന്നുണ്ട്. ആരവല്ലി പർവ്വതനിരകളിലെ ഹയ്യസ്റ്റ് പീക്കായ ഗുരുശിഖർ വരെയാണ് ഈ രാജസ്ഥാൻ റോഡ് ട്രാൻസ്പോർട്ട് ബസ്സിലെ യാത്ര. തിരിച്ച് മൗണ്ട് അബുവിൽ തന്നെ അവർ ഡ്രോപ്പ് ചെയ്യും നമ്മളെ. ഓർമ്മയുണ്ടോ ഈ ബോട്ടുകൾ? നമ്മൾ കുട്ടിക്കാലത്ത് കളിക്കാൻ ഉപയോഗിച്ചിരുന്ന ബോട്ടുകൾ. ദിൽവാര ടെമ്പിളിൻ്റെ മുമ്പിൽ കണ്ട ഒരു കാഴ്ചയാണിത്. ദിൽവാര ടെമ്പിളിൻ്റെ മുമ്പിൽ വിൽക്കാൻ വെച്ചിരുന്ന മറ്റൊരു കാഴ്ചയാണിത്. വൈകിട്ട് 3:30-ക്കുള്ള ബസ്സിൽ ഞങ്ങൾ അഹമ്മദാബാദിലേക്ക് യാത്ര തിരിച്ചു. ബസ് ഏകദേശം രാത്രി 10 മണിയോടെ അഹമ്മദാബാദിൽ എത്തിച്ചേർന്നു. രാത്രി ഏകദേശം 10:30 മണിയോടെ ഞങ്ങൾ അഹമ്മദാബാദിൽ എത്തിച്ചേർന്നു. ഞങ്ങൾ താമസിച്ച ഹോട്ടലിൻ്റെ അടുത്ത് ഒരു നൊക്ടേണൽ സൂ ഉണ്ടായിരുന്നു. കലിംഗ ലേക്കിന് സമീപമുള്ള ഹോട്ടൽ കലിംഗ ലേക്ക് വ്യൂവിലാണ് ഞങ്ങൾ താമസിച്ചത്. രാവിലെ തന്നെ ഞങ്ങൾ കലിംഗ ലേക്ക് കാണാൻ വേണ്ടി പോയി. ഇതാണ് കലിംഗ ലേക്ക്. പ്രോപ്പറായി മെയിൻ്റനൻസ് വർക്ക് നടക്കുന്ന ഒരു ലേക്കാണ് കലിംഗ ലേക്ക്. ലേക്ക് കണ്ടതിന് ശേഷം ഞങ്ങൾ ഗുജറാത്തി രീതിയിലുള്ള ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുവാൻ വേണ്ടി പോയി.
ഗുജറാത്തി രീതിയിലുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഡിഷുകൾ വിതരണം ചെയ്യുന്ന ഒരു സ്ട്രീറ്റ്. ഡോക്ല, പോഹ, പാങ്കി എന്നിവ അവയിൽ ചിലതു മാത്രം. വ്യത്യസ്ത രീതിയിലുള്ള ഡിഷുകൾ ട്രൈ ചെയ്തതിനു ശേഷം ഞങ്ങൾ സബർമതി ആശ്രമം കാണുവാൻ വേണ്ടി പോയി. ഓട്ടോ യാത്രയിലെ ചില രസകരമായ കാഴ്ചകൾ. ചെറിയ ചാറ്റൽ മഴ പെയ്യുന്നുണ്ട്. സബർമതി നദിയുടെ കരയിലാണ് സബർമതി ആശ്രമം സ്ഥിതി ചെയ്യുന്നത്. ഗാന്ധിജി 12 വർഷത്തോളം താമസിച്ചത് സബർമതി ആശ്രമത്തിലായിരുന്നു. നന്ദിനി, വിനോബ ഖുദർ, ഉപാസന മന്ദിർ, മഗൻ നിവാസ് എന്നിവ അവിടുത്തെ ചില കാഴ്ചകൾ മാത്രം. വ്യത്യസ്ത രീതിയിലുള്ള ചർക്കുകൾ അവിടെ സംരക്ഷിച്ചു വരുന്നുണ്ട്. ഗാന്ധിജി ഉപ്പ് സത്യാഗ്രഹത്തിൽ പങ്കെടുക്കുന്നതിൻ്റെ ഒരു മിനിയേച്ചർ രൂപം അവിടെയുണ്ട്. മൈ ലൈഫ് ഈസ് മൈ മെസ്സേജ്. ഇത് ഗാന്ധിജിയുടെ വാക്കുകളാണ്. ഗാന്ധിജിയും കസ്തൂർബ ഗാന്ധിയും. ഗാന്ധിജിയുടെ കയ്യൊപ്പ് വിവിധ ഭാഷകളിൽ. ഇതാണ് സബർമതി നദി. ഒരുപാട് അണ്ണാൻകുഞ്ഞുങ്ങളും കിളികളും അവിടെയുണ്ട്. കുട്ടികൾക്ക് അതൊരു കൗതുകമായിരുന്നു. ഇതാണ് ഗാന്ധിജി താമസിച്ചുകൊണ്ടിരുന്ന ഹൃദയകുഞ്ച്. ഗാന്ധിജിയും കസ്തൂർബ ഗാന്ധിയും ഉപയോഗിച്ചുകൊണ്ടിരുന്ന എല്ലാ സാധനങ്ങളും അതിൻ്റേതായ രീതിയിൽ അവിടെ പ്രൊട്ടക്റ്റ് ചെയ്തു വരുന്നു. ഇതാണ് ഗാന്ധിജിയുടെ ചർക്ക. അവിടെയുള്ള വിസിറ്റേഴ്സ് ബുക്കിൽ നമ്മുടെ അനുഭവം നമുക്കെഴുതാം. ഇനി 1:30-ക്കുള്ള ട്രെയിനിൽ തൃശ്ശൂരിലേക്ക് മടക്കാം.